അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ വശഫീഇനാ വമൗലാനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്മരിക്കുക, അവനെ ഓർക്കുക, അവനെ ദിക്ർ ചൊല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. എപ്പോഴും അള്ളാഹുവിൽ ലയിച്ചുകൊണ്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ചിന്ത, പരലോകത്തെക്കുറിച്ചുള്ള ആലോചന, മരിക്കുമെന്നുള്ള ചിന്ത, ഇത് എപ്പോഴും ഒരു വിശ്വാസിയായ മനുഷ്യൻ കൊണ്ടു നടക്കേണ്ടുന്ന ഒന്നാണ്. എന്നാൽ ചില ദിക്റുകൾ ചൊല്ലുക വഴി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ അത് കാരണമായി തീരുമെന്ന് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദിക്റുകൾപ്പെട്ട ചില ദിക്റുകൾ ഒരു ദിവസം ഒരു പ്രാവശ്യം, അതല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം പകലോ രാത്രിയിലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ പറയപ്പെട്ട ദിക്ർ 5 പ്രാവശ്യം ഒരാൾക്ക് ചൊല്ലാൻ സാധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾ ആ ദിവസമോ അന്നത്തെ രാത്രിയോ അതല്ലെങ്കിൽ ആ മാസമോ അദ്ദേഹം മരണപ്പെടുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്ർ മഹാനായ ഇമാം നസാഇ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. ഏതാണ് ആ ദിക്ർ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ഖാല, വല്ലൊരുത്തനും പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ഇതാണ് ആ ദിക്ർ. ഒരു മിനിറ്റ് വേണ്ടത് ചൊല്ലാൻ. ഇങ്ങനെ വല്ലൊരുത്തനും പറഞ്ഞാൽ, യഖഉദുഹുന്ന ഖംസൻ ബിഅസാബിഇഹി, മുത്തനബി തങ്ങൾ അവിടുത്തെ വിരലുകൊണ്ട് 5 പ്രാവശ്യം ഇതിങ്ങനെ എണ്ണുന്നുണ്ട്. അപ്പോൾ 5 പ്രാവശ്യം ഈ ദിക്ർ വല്ലൊരുത്തനും പറഞ്ഞു. സുമ്മ ഖാല, മുത്തനബി തങ്ങൾ പിന്നീട് പറഞ്ഞു, മൻ ഖാലഹുന്ന ഫീ യൗമിൻ ഔ ഫീ ലൈലത്തിൻ ഔ ഫീ ഷഹ്രിൻ, വല്ലൊരുത്തനും ഈ പറയപ്പെട്ട ദിക്ർ ഒരു പകലോ അതല്ലെങ്കിൽ ഒരു രാത്രിയിലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയോ 5 പ്രാവശ്യം ഈ ദിക്ർ പറഞ്ഞാൽ മുത്തനബി തങ്ങൾ പറയുന്നു, സുമ്മമാത്ത, ഈ ദിക്ർ പറഞ്ഞതിന് ശേഷം അയാൾ ഫീ ദാലിക്കൽ യൗമി, അന്നത്തെ പകൽ മരണപ്പെട്ടു പോയി, ഔ ഫീ തിൽക ലൈലത്തി, അല്ലെങ്കിൽ അന്നത്തെ രാത്രിയിൽ മരണപ്പെട്ടു പോയി, ഔ ഫീ ദാലിക ശഹ്രി, അതല്ലെങ്കിൽ ഈ ദിക്ർ ചൊല്ലിയ ആ മാസത്തിൽ അയാൾക്ക് മരണം സംഭവിച്ചു പോയാൽ, ഓഫിറ ലഹു ദംബുഹു, അയാളുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കും, പൊരുത്തപ്പെട്ടു കൊടുക്കും. അങ്ങനെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട നിലക്കാണ് റബ്ബിൻ്റെ മുമ്പിലേക്ക് അദ്ദേഹം ചെന്നെത്തുന്നതെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് മാത്രം കനപ്പെട്ട വലിയ പവറുള്ള ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ ദിവസവും പതിവാക്കാൻ നമുക്ക് ശ്രമിച്ചാൽ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ മരണപ്പെടുകയാണ് എങ്കിൽ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും പൊറുക്കപ്പെട്ട നിലക്കായിരിക്കും നമുക്ക് മരിക്കാൻ വേണ്ടി സാധിക്കുക. കാരുണ്യവാനായ റബ്ബ് ഇത്തരം ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി പതിവാക്കാൻ, അത് കാരണം പാവങ്ങളൊക്കെ പൊറുപ്പിക്കപ്പെട്ട നിലക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.